ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് ഇൻഫോസിസ് നാരായണമൂർത്തി ഒരു അഭിപ്രായം പറഞ്ഞു. അതായത് വർക്കിംഗ് അവേഴ്സ് കുറച്ചുകൂടെ കൂട്ടണം. ഉടനെ അതിൻ്റെ ഉള്ള എംപ്ലോയീസ് ആയിട്ടുള്ളവർ മറ്റുള്ളവരൊക്കെ അതിൻ്റെ താഴെയുള്ള ചീത്ത വിളി നാരായണമൂർത്തിയെ ഒക്കെ പൂരെ ചീത്ത വിളിക്കുക. അദ്ദേഹം പറയുന്ന ഒരു രാജ്യം ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പോൾ അത് വേറെ രാജ്യങ്ങൾ ഇപ്പോൾ ജപ്പാനും ഒക്കെ നമ്മൾ കണ്ടുപിടിക്കണം. എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യണം. അവിടെ റിട്ടയർമെൻ്റ് ഇല്ല, അറിയോ? 105 വയസ്സുള്ള ആൾക്കാരും ബിസിനസ് ചെയ്യുകയോ ജോലി ചെയ്യുകയോ ചെയ്യുകയാണ്. എല്ലാവരും മുഴുവൻ ആൾക്കാർ ഹാർഡ് വർക്ക് ചെയ്യുക. ചെറുപ്പത്തിലെ കുട്ടികൾ മുതൽ പണിയെടുക്കാൻ തുടങ്ങുകയാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ പഠിക്കേണ്ടതാണ്, പ്രത്യേകിച്ച് മലയാളികൾ പഠിക്കേണ്ട ഒരു സാധനമാണ്. നമുക്ക് വേർപ്പിൻ്റെ അസുഖം വളരെ കൂടുതലുള്ള, ചുമ്മാ വീട്ടിലിരുന്നാൽ തന്നെ വേർക്കുന്നവരാണ്. അപ്പം വീട്ടിലിരുന്ന് പുറത്ത് നമ്മൾ വർക്ക് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക, വലിയ സ്വപ്നങ്ങൾ കാണുക. എന്തായാലും നമുക്ക് നഷ്ടമൊന്നുമില്ല, അതിന് ടാക്സും കൊടുക്കണ്ട. വലിയ സ്വപ്നങ്ങൾ കാണുക, അതിനെ ചേസ് ചെയ്യുക, അശ്രാന്ത പരിശ്രമം നടത്തുക. നല്ലൊരു ഓപ്പർച്യൂണിറ്റി റൈറ്റ് ടൈമിൽ കിട്ടിയിരിക്കുന്നതാണ്. മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളത് നമ്മുടെ കൺട്രോളിലുള്ളതാണ്. ആ ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളത് നമ്മുടെ കൺട്രോളിലുള്ള സാധനം അതാണ്. നമ്മൾ വലിയ ചിന്തയുണ്ടാവണം, നമ്മൾ വ്യക്തമായ ലക്ഷ്യബോധം ഉണ്ടാവണം. ലേസി ആയിട്ടുള്ളതും ഈ കൂടുതൽ സ്ട്രെസ്സുള്ള ആൾക്കാർ നെഗറ്റീവ് ചർച്ചകളിൽ നിന്ന് മാറി നിൽക്കണം. കൃത്യമായ ഫോക്കസിൽ പോവുക. എൻ്റർപ്രണർഷിപ്പും ബിസിനസ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? എൻ്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ മറ്റാരും ചെയ്യാത്തൊരു സാധനത്തിനെ, മറ്റാർക്കും കാണാൻ പറ്റാത്തൊരു സാധനം നമ്മൾ കണ്ട് അതിൻ്റെ പുറകെ നിൽക്കുന്നവരെയാണ് എൻ്റർപ്രണർ എന്ന് പറയുന്നത്. ബിസിനസ്സുകാരെന്ന് പറഞ്ഞാൽ നമ്മുടെ കവലയിൽ ഒരാൾ ബേക്കറി തുടങ്ങി വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. അവൻ്റെ നേരെ ഓപ്പോസിറ്റ് അവിടെ പോകുന്നവർ അങ്ങോട്ട് പോകുന്നതിന് മുമ്പിൽ അതിനേക്കാളും വലിയൊരു ബോർഡ് വെച്ച് അവനെ തോപ്പിച്ച് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപടി കോപ്പി അടിക്കുക. എന്നിട്ട് അതാണ് നോർമൽ ബിസിനസ് എന്ന് പറയുന്നത്. ഒരാൾ മെഡിക്കൽ ഷോപ്പ് ഒരു ജംഗ്ഷൻ നടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറം പോയി അതിൻ്റെ തൊട്ടപ്പുറം പോയി അടുത്ത മെഡിക്കൽ ഷോപ്പ് തുടങ്ങി, അതിനാണ് ബിസിനസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് മിക്കവാറും ആൾക്കാർ പെരിഷ് ചെയ്ത് പോകാറാണ് പതിവ്. എന്താണ് കാരണം? മറ്റവനോട് ആദ്യം കോമ്പറ്റ് ചെയ്ത് അവനേക്കാൾ കുറേ വില കുറച്ച് കൊടുത്തൊക്കെ ലാസ്റ്റ് അവനെ ആദ്യം പൊട്ടിക്കും. അത് കഴിഞ്ഞ് രണ്ടാമത് നമ്മളും പൊട്ടും. ഇതാണ് നോർമൽ പല. അതിനെ ബിസിനസ് എന്നാണ് പറയുന്നത്. അതിനെ എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. എൻ്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളില്ലാത്തൊരു സാധനം നമ്മുടെ മുമ്പിൽ കാണുകയും അതിൻ്റെ പുറകെ ചേസ് ചെയ്യും. അത് ബിൽഡ് ചെയ്ത് പൊക്കിയെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആനന്ദവും. അത് പൈസ മാത്രമല്ല, ഇതിനകത്ത് നമ്മളില്ലാത്ത അതിൽ മറ്റുള്ളവർ നടക്കുകയെന്ന് പറയുന്ന സാധനങ്ങളൊക്കെ ഒന്ന് ചെയ്ത് വിജയിപ്പിക്കൊണ്ടാകുന്ന ഒരു ത്രില്ലുണ്ട്. വേറെ നിങ്ങളുടെ സുഹൃത്തുക്കളും നിങ്ങളുടെ ഫ്രണ്ട്സും ഒക്കെ പറയുമ്പോഴത്തേന് അത് നടപ്പില്ലാത്ത പരിപാടിയാണ്, അവൻ നിർത്തി എന്നെ സംബന്ധിച്ച് അങ്ങനെയുള്ള സാധനം ചെയ്യാനാണ് ഹരം. വേറുള്ളവർ പറയുന്നത് എടാ അവൻ നിർത്തിയാണ്, മറ്റവൻ നിർത്തി, എവിടെ നിർത്തി, അവിടെ നിർത്തി. അങ്ങനെയാണ്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു സാധനം ചെയ്താൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സാറിന് പറയല്ലേ ഏത് പോലീസുകാരനും ചെയ്യാമെന്ന്. ഏത് പോലീസുകാരനും ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നതിന് നമുക്ക് എന്താ ഒരു ത്രില്ലുള്ളത്? ഏതൊരാൾക്കും ചെയ്യാവുന്നൊരു സാധനം നമ്മൾ ചെയ്യുന്നതിന് എന്താ ഒരു ത്രില്ലുണ്ട്? അപ്പോൾ നമ്മളൊരു ഒരു 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 വ്യത്യസ്തനായിട്ട്, അതായത് സ്റ്റാൻഡിങ് അലോൺ എന്ന് പറയും. നമ്മൾ എപ്പോഴും ഒരു സ്റ്റാൻഡ് അലോൺ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ആൾക്കൂട്ടത്തിൽ നമ്മൾ വേറിട്ട് നിൽക്കുന്ന, ഒരു ചാമ്പ്യനായിട്ട്, ഒരു ഹീറോ ആയിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരിക്കലെങ്കിലും ജീവിതത്തിൽ നമ്മൾ വിജയിച്ച് നമ്മളെന്തായാലും ഇവിടുന്ന് വിസയും പാസ്പോർട്ടൊക്കെ ക്യാൻസലായി പോകും. അതിനു മുമ്പ് നമ്മളെ സ്ക്രീനിൽ കാണുന്ന ഓഡിയൻസ് ടിക്കറ്റ് എടുത്ത് കയറുന്ന ഒരു ദിവസം നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. ആൾക്കാർ ടിക്കറ്റ് എടുത്ത് ഇതിന് കയറുന്നു, നമ്മൾ സ്റ്റേജിൽ സ്ക്രീനിൽ നിൽക്കുന്നു. ഒരു ഹീറോയും ഈസി ആയിട്ട് വന്ന് ആണ് ആ സിനിമയിലെ ഹീറോയ്ക്ക് യാതൊരു ചലഞ്ചും ഇല്ലാതെയാണ് ഇന്ന് ക്ലൈമാക്സ് തീരുന്നെങ്കിൽ എത്ര പേര് നമ്മൾ സിനിമയ്ക്ക് 200 രൂപ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറും? ആ ഹീറോയുടെ സ്ട്രഗിളെല്ലാം കഴിഞ്ഞിട്ട് അതെല്ലാം ഫൈറ്റ് ചെയ്ത് ഈ പ്രശ്നങ്ങളകത്തെല്ലാം പുള്ളി ഊരി അടിച്ച് ലാസ്റ്റ് അങ്ങേര് ക്ലൈമാക്സിൽ അങ്ങേര് ജയിച്ച് നിൽക്കുന്നത് കാണാൻ വേണ്ടിയാണ് നമ്മൾ 200 രൂപ ടിക്കറ്റ് എടുത്ത് അവിടെ പോയിരിക്കുന്നത്. ഹീറോയ്ക്ക് ചലഞ്ച് ഇല്ലെങ്കിൽ ആരാ ടിക്കറ്റ് എടുക്കുന്നത്? ഒരാളും ടിക്കറ്റ് എടുക്കുകയില്ല.